പൂച്ചക്കുട്ടനും കാപ്പിബാറയും കാട്ടിൽ കൂടി കപ്പലിൽ ഇങ്ങനെ ഒഴുകുകയാണ്. വഴിയിൽ നിന്ന് ഒരു റക്കൂണും കുറെ കുപ്പികളുമായിട്ട് അവരുടെ കൂടെ കപ്പലിൽ കയറുന്നു. റക്കൂണിനെ പൂച്ചക്കുട്ടനെ തീരെ പിടിക്കുന്നില്ല. കാപ്പിബാറ വഴിയിൽ കണ്ട ഒരു പഴക്കുല പറിച്ച് കഴിക്കുന്നു. ഒരു പഴം പൂച്ചക്കുട്ടനും കൊടുക്കുന്നു. ഇതൊക്കെയാണോ പൂച്ച കഴിക്കുന്നത് എന്ന ഭാവത്തിൽ പൂച്ചക്കുട്ടൻ തിരിഞ്ഞു നടന്നു. കുറെ ദൂരം സഞ്ചരിച്ച് അവർ ഒരു കരയിലെത്തുന്നു. അവിടെ അവരെല്ലാം ഇറങ്ങുന്നു. പെട്ടെന്നതാ ദൂരെ നിന്ന് നമ്മുടെ പട്ടിക്കുട്ടൻ ഓടി വരുന്നു. സന്തോഷം കൊണ്ട് പൂച്ചക്കുട്ടന് ചുറ്റും കിടന്ന് ഓടാൻ തുടങ്ങി. പട്ടിക്കുട്ടൻ കാപ്പിബാറയെയും റക്കൂണിനെയും പരിചയപ്പെടുന്നു. വീണ്ടും എവിടെ നിന്നോ വലിയ പക്ഷി പറന്നു വന്ന് പൂച്ചക്കുട്ടനൊരു മീൻ കൊണ്ട് കൊടുക്കുന്നു. അവനത് കഴിക്കാൻ അടുത്തപ്പോൾ വേറൊരു വലിയ പക്ഷിയും കുഞ്ഞും വന്ന് ആ മീനെടുത്ത് പറന്നു പോകുന്നു. പൂച്ചക്കുട്ടൻ ഒരു കുന്ന് കയറി നോക്കുമ്പോൾ അവിടെ ഒരുപാട് പക്ഷികൾ നിൽക്കുന്നു. പെട്ടെന്ന് പട്ടിക്കുട്ടനും റക്കൂണും കൂടി ഓടി വന്ന് പൂച്ചക്കുട്ടനെയും ഇടിച്ച് താഴേക്ക് ഉരുണ്ടു വീഴുന്നു. അതിലെ നേതാവായ വലിയൊരു പക്ഷി അവരെ ആക്രമിക്കാൻ വരുന്നു. പൂച്ചക്കുട്ടൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ വെള്ളം ചുറ്റുമുള്ളതിനാൽ കൂടുതൽ ഓടാൻ കഴിഞ്ഞില്ല. പക്ഷികൾ അവനെ ആക്രമിക്കാൻ വരുന്നു. എന്നാൽ നേരത്തെ പൂച്ചക്കുട്ടനെ പല പ്രാവശ്യം രക്ഷിച്ച പക്ഷി അവരെ എതിർക്കുന്നു. അവർ തമ്മിൽ അടിയാകുന്നു. ഒടുവിൽ ആ പക്ഷിയെ നേതാവായ പക്ഷി തോൽപ്പിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ആ പക്ഷിയെ കൂട്ടാതെ പറന്നു പോകുന്നു. ഈ പക്ഷിക്ക് ചിറകിന് പരിക്ക് പറ്റിയതിനാൽ പറക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് അവരെല്ലാവരും ഒരുമിച്ച് ഒരു കപ്പലിൽ കയറി അവിടുന്ന് യാത്രയാകുന്നു.